മാജിക് അവനിലേക്ക് സ്വാഗതം. ധാരാളമായിട്ട് നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട് ഇല്ലേ? അതിൽ ഏറ്റവും പ്രധാനം എന്താണ്? പലർക്കും ഇഷ്ടമുള്ള മധുരം എന്ന് പറയുന്നത് വെറുതെ ഒരു സ്നാക്കായിട്ട് കഴിക്കുന്ന മധുരം മാത്രമല്ല, പിന്നെന്താ, നമ്മൾ ഒരു വിഭവസമൃദ്ധമായ ഒരു ലഞ്ചോ ഡിന്നറോ ഒക്കെ കഴിച്ചിട്ട് ഏറ്റവും അവസാനം കഴിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഡിസേർട്ട് ഐറ്റം. അതാണ് നമ്മുടെ മധുരം. അത് ചിലപ്പോൾ പരിഷ്കൃതമായതായിരിക്കാം, അല്ലെങ്കിൽ വളരെ നാടനായിട്ടുള്ളതായിരിക്കാം, നമ്മളുടെ ട്രഡീഷണൽ ആയിരിക്കാം. അപ്പോൾ നമ്മളുടെ സാധാരണ പായസം പോലും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നല്ല ഒരു സദ്യ കഴിഞ്ഞ് കഴിക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് പലതരം ഐസ്ക്രീംസും പുഡിങ്സും ഒക്കെ കഴിക്കുമ്പോൾ. പ്രത്യേകിച്ച് പുഡിങ്സൊക്കെ നമ്മളുടെ വീടുകളിൽ സാധാരണയായിട്ട് തയ്യാറാക്കുന്നത് അതിഥികൾ വരുന്ന സമയത്ത് അവർക്ക് അവസാനമായി കൊടുക്കുന്ന ഒരു ഡെസേർട്ട് ഐറ്റമായിട്ടാണ്. അതല്ലാതെ വേണമെങ്കിലും തയ്യാറാക്കാം. പുഡിങ്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും, മധുരം ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. എന്തായാലും പുഡിങ്സ് എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ്. ഉണ്ടാക്കുന്ന കാര്യത്തിലും പിന്നെ കഴിക്കുന്ന കാര്യത്തിൽ ഒരു പക്ഷേ മറ്റുള്ളവർ കഴിക്കുന്ന കാണുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. എന്തായാലും അപ്രീസിയേഷൻ കിട്ടുന്നത്, നല്ല പുഡിങ്ങാണെന്ന് മറ്റുള്ളവർ പറയുന്നത്, ഇതെങ്ങനെ തയ്യാറാക്കി എന്ന് ചോദിക്കുന്നത്, ഇതെല്ലാം തന്നെ വീട്ടമ്മമാർക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ മാജിക് അവനിൽ പലതരം പുഡിങ്സ് നമ്മൾ പരീക്ഷിച്ച് കഴിഞ്ഞു. എങ്കിലും നമ്മൾക്കിനിയും ഒരുപാട് പരീക്ഷിക്കാൻ ബാക്കിയുണ്ട്. അത്തരം ഒരു സ്പെഷ്യൽ പുഡിങ്ങാണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമ്മളുടെ പുഡിങ്ങിൻ്റെ പേര് വളരെ സിമ്പിൾ ഉണ്ടാക്കാനും. അതുപോലെ തന്നെ ഇതൊരു ബനാന കസ്റ്റേർഡ് പുഡിങ്ങാണ്. അപ്പോൾ എന്തായിരിക്കും അല്ലേ? ഒരു കസ്റ്റേർഡ് ഉണ്ടാകും, ബനാന ഉണ്ടാകും. എന്തായാലും നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിങ്. അപ്പോൾ നമ്മളുടെ ബനാന കസ്റ്റേർഡ് പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കസ്റ്റേർഡിന് വേണ്ട ചേരുവകൾ: പശുവിൻ പാൽ 1/2 ലിറ്റർ, പഞ്ചസാര 1/4 കപ്പ്, കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ, മുട്ടയുടെ മഞ്ഞ 3 മുട്ടയുടേത്, വാനില എസൻസ് 1 ടീസ്പൂൺ, ഫ്രഷ് ക്രീം 1 കപ്പ്. ചോക്ലേറ്റ് ഗനാഷിന് വേണ്ട ചേരുവകൾ: ചോക്ലേറ്റ് 250 ഗ്രാം, ഫ്രഷ് ക്രീം 1/2 കപ്പ്. ഇനി മറ്റു ചേരുവകൾ: ഏതെങ്കിലും തരം ബട്ടർ കുക്കീസ് 20 മുതൽ 30 എണ്ണം, റോബസ്റ്റ പഴം 4 മുതൽ 5 എണ്ണം വരെ, വിപ്പിംഗ് ക്രീം 1 കപ്പോളം, കറുത്ത കഷ്കഷ് വെള്ളത്തിലിട്ട് കുതിർത്തത് ഏകദേശം 1 കപ്പോളം. അപ്പോൾ നമ്മളുടെ ബനാന കസ്റ്റേർഡ് പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു കസ്റ്റേർഡ് തയ്യാറാക്കാം. അതിനൊരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. 1/2 ലിറ്റർ പാല്, ഏകദേശം 2.5 കപ്പോളം വരും. മുഴുവൻ ഇതിനകത്തേക്ക് ഒഴിക്കട്ടെ, ഒരല്പം മാറ്റി വെച്ചിട്ട് അത് നമുക്ക് കോൺഫ്ലവർ കലക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് പഞ്ചസാര, ഏതാണ്ട് 1/4 കപ്പ് പഞ്ചസാര പാലിലേക്ക് ചേർക്കാം. പിന്നെന്താ വേണ്ടത്? 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് നമ്മൾ മാറ്റി വെച്ച പാല് കുറേശ്ശെ ഒഴിച്ച് യോജിപ്പിക്കും. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ നിന്ന് തന്നെയാണ് നമ്മൾ കോൺഫ്ലവർ കലക്കാനുള്ള പാല് മാറ്റിയത്. അപ്പോൾ കോൺഫ്ലവർ ചെറിയ പാത്രത്തിൽ ഒന്ന് കലക്കിയിട്ട് നമ്മൾ ബാക്കി പാലിൻ്റെ കൂടെ യോജിപ്പിക്കും. അതാണ് കുറച്ചുകൂടി എളുപ്പം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാത്ത നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് പാലിൻ്റെ കൂടെ ചേർക്കും. അങ്ങനെ 1/2 ലിറ്റർ പാല് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി കഴിയും. അപ്പോൾ ഈ പാലിലിപ്പോൾ 1/2 ലിറ്റർ പാലും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെന്താ 1/4 കപ്പ് പഞ്ചസാരയും കൂടി യോജിപ്പിച്ച പാലാണ്. പഞ്ചസാരയിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അരിച്ചിട്ട് വീണ്ടും അടുപ്പിൽ വെച്ച് ഇങ്ങനെ കുറുക്കിയാൽ മതി. അപ്പോൾ ഇതൊന്ന് തിള വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് കുറുക്കി തുടങ്ങുമ്പോൾ നമ്മൾ പാത്രം അടുപ്പിൽ നിന്നും മാറ്റണം. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു കാര്യം ചെയ്ത് വയ്ക്കുക. 3 മുട്ടയുടെ മഞ്ഞ മാത്രമായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ 3 മുട്ടയുടെ മഞ്ഞ പ്രത്യേകിച്ച് എടുത്ത് വയ്ക്കുക. അത് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എഗ് യോക്ക് മാത്രം, മുട്ടയുടെ മഞ്ഞ മാത്രമേ ഉള്ളൂ, വെള്ളമില്ല. ഇത് പ്രത്യേകിച്ച് വയ്ക്കാം. ഇതിപ്പോൾ നമ്മൾ പാലിൽ ചേർക്കണം, പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. അതിന് കുറച്ചുകൂടി കഴിയാം. എന്തായാലും നമ്മളൊന്ന് ഉടച്ച് മാറ്റി വയ്ക്കും. അപ്പോൾ ഇപ്പോഴത്തെ ജോലി എന്ന് പറയുന്നത് ഈ പാല്, പഞ്ചസാര, കോൺഫ്ലവർ മിശ്രിതം ഒന്ന് കുറുകുന്ന വരെ അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ച് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ കസ്റ്റേർഡ് ഒന്ന് കുറുകി വന്നു തുടങ്ങി. തിള വന്നപ്പോൾ ചെറുതായിട്ടിങ്ങനെ, അപ്പോൾ നമ്മുടെ ഈ തടിത്തവി വെച്ച് ഇളക്കുകയാണെങ്കിൽ തടിത്തവിയുടെ ബാക്കിലൊക്കെ ഇങ്ങനെ ഒട്ടുന്നത് നമുക്കറിയാൻ പറ്റും. ഒരു ചെറിയ കുറുകിയ ഒരു രീതിയിലേക്ക് മാറും. ഈ ഒരു സ്റ്റേജിൽ
ഒന്ന് മാറ്റി വയ്ക്കുക അടുപ്പിൽ നിന്നും. എന്നിട്ട് നമ്മളുടെ മുട്ട ബീറ്റ് ചെയ്ത്, വലിയ ബീറ്റിംഗ് വേണ്ട, സ്പൂൺ കൊണ്ടൊന്ന് 3 മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ അതിൽ ചെറിയ തരി ഉണ്ടാകും. ഈ മുട്ടയുടെ മഞ്ഞ നമ്മളിങ്ങനെ ഉടച്ചെടുത്തത് ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊഴിക്കാം. കാര്യം എന്താ വെച്ചാൽ അല്ലെങ്കിൽ ചെറിയ തരികൾ എന്തായാലും ഉണ്ടാകും എഗ് യോക്കിൽ. നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിലും ചെറിയ തരി ഉണ്ടാവും. അത് മാറ്റാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഈ പാലിൻ്റെ കൂടെ നന്നായിട്ട് ആ ഒരു കുറുകിയ കസ്റ്റർഡ് മിശ്രിതത്തിലേക്ക് മാറ്റിയിട്ട് മുട്ടയുടെ മഞ്ഞ ചേർത്തല്ലോ. ഇനി നമ്മൾ വീണ്ടും അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. മുട്ടയുടെ മഞ്ഞയും കൂടി ചേർത്തിട്ട് വീണ്ടും അടുപ്പിലേക്ക് വെക്കണം. മഞ്ഞ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് വീണ്ടും അടുപ്പിൽ വയ്ക്കുന്നു. ഇനി വീണ്ടും ഒന്നുകൂടി ഒന്ന് കുറുകും. അത് കഴിഞ്ഞാൽ അടുപ്പിൽ നിന്നും മാറ്റി ഒരല്പം തണുത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് വാനില എസൻസും കൂടി ചേർക്കാം. അല്ലെങ്കിൽ വാനില എസൻസ് ഈ സ്റ്റേജിൽ ചേർക്കണം എന്നില്ല. നമ്മൾ ക്രീം ചേർക്കുന്ന ഒരു സ്റ്റേജുണ്ട്, ആ സമയത്ത് ചേർത്താലും മതിയാവും. അപ്പോൾ ആ മുട്ടയുടെ മഞ്ഞ ഒന്ന് വേഗണ്ടേ, അത് ശരിക്കും അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ മാറണ്ടേ. അപ്പോൾ ഈ ചൂട് കസ്റ്റേർഡിലേക്കാണ് നമ്മളത് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും അടുപ്പിൽ വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കുക. തടിത്തവിയാണ് ഏറ്റവും നല്ലത്. നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനും തടിത്തവി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു കസ്റ്റേർഡ് തയ്യാറാക്കാം. ഇനി ഇത് നോൺ വെജ് മുട്ടയൊക്കെ കഴിക്കുന്നവർക്ക്, ഇനി പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സിനൂടെ പോകണ്ട. പാലും കസ്റ്റേർഡ് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. ആ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് പഞ്ചസാരയും ചേർത്ത് പാലിൽ കുറുക്കിയെടുത്താൽ മതി. അത് സാധാരണ കസ്റ്റേർഡായിട്ട് കിട്ടും. അങ്ങനെയും ചെയ്യാം. അപ്പോൾ സാധാരണ കസ്റ്റേർഡ് പൗഡർ വാങ്ങാൻ പാക്കറ്റിൽ കിട്ടും. അതും പാലും പഞ്ചസാരയും കൂടി ചേർത്ത് ഇതുപോലെ ഒരു കസ്റ്റേർഡ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് കുറുകി. ഇനി തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്നും മാറ്റി ഇതൊരു പാത്രത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കൂൾ ഡൗൺ ചെയ്യും. ശരിക്കും അതിന് ഈ ഒരു ചൂട് മാറിക്കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാനില എസൻസും അതിനോടൊപ്പം ഫ്രഷ് ക്രീം 1 കപ്പും കൂടി ചേർക്കാം. അപ്പോൾ നമ്മളുടെ കസ്റ്റേർഡ് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞു. ഞാനിത് നല്ല ഐസ് അകത്തേക്ക് ഈ പാത്രം, ഒരു വലിയ ബൗളിൽ ഐസ് വാട്ടർ എടുത്തു, അതിനകത്തേക്ക് ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു. കാര്യം നമ്മളിങ്ങനെ ഇളക്കാതിരുന്നാൽ അതിൻ്റെ മേളിലൊരു തിൻ ഫിലിം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാട പോലെ ഉണ്ടാവും. അത് വരാൻ പാടില്ല. നമ്മളതുകൊണ്ട് ഇളക്കി തന്നെ തണുപ്പിക്കുക. ഇനി എന്താ വേണ്ടത്? ഇനി ഇതിലേക്ക് ഇത് ഫ്രഷ് ക്രീം 1 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചേർക്കാൻ പോകും. നന്നായിട്ടൊന്ന് ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം. അപ്പോൾ ഇത് നമ്മളുടെ കസ്റ്റേർഡ് കുറച്ചുകൂടി ഒന്ന് റിച്ചാകും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അങ്ങനെ കസ്റ്റേർഡിൻ്റെ കൂടെ ഫ്രഷ് ക്രീമും ചേർത്തു. 1 കപ്പോളം ചേർത്തു. പിന്നെ കുറച്ചുകൂടെ സ്വാദൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരല്പം മിൽക്ക് മെയ്ഡ്, ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്താൽ കുറച്ചുകൂടി സ്വാദാകും. പക്ഷേ മിൽക്ക് മെയ്ഡ് ഇല്ലാതെ നമ്മളൊന്ന് ചെയ്ത് നോക്കാം ഒരു പുഡിങ്. മിൽക്ക് മെയ്ഡിന് എന്തായാലും ഏത് പുഡിങ്ങിൽ ചേർത്താലും സ്വാദാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർക്കാതെ നമുക്ക് സ്വാദുള്ള പുഡിങ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണ്ടേ. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ചേഞ്ച്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ്. അങ്ങനെ നമ്മുടെ കസ്റ്റേർഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതല്പം ഇപ്പോൾ റൂം ടെമ്പറേച്ചറായി. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചുകൂടി ഒന്ന് തണുപ്പിക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതെല്ലാം പുഡിങ് ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്നിച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പം മാറ്റി വയ്ക്കാം, ഒരു സൈഡിലിരിക്കട്ടെ. ഇനി അടുത്ത് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ചോക്ലേറ്റിനെ ഒരു ഗനാഷ് എന്ന് പറയുമ്പോൾ സാധാരണ ചോക്ലേറ്റ് ഗനാഷ് വെച്ച് നമ്മൾ കേക്ക്സൊക്കെ ഐസ് ചെയ്യാറുണ്ട്. പിന്നെ പല കാര്യങ്ങൾക്കും ടോപ്പിംഗ് ആയിട്ടും ഫില്ലിംഗ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാം. ഇനി അടുപ്പ് കത്തിക്കുന്നു. മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മളൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചൂടാക്കാനായിട്ട് വയ്ക്കാൻ പോകാം. ഫ്രഷ് ക്രീം നന്നായിട്ട് ഒരു ബോയിലിംഗ് സ്റ്റേജിലായിക്കോട്ടെ. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമാണിത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി തിളയ്ക്കുന്ന രീതിയിലേക്ക് വരണം. അപ്പോൾ ഈ സമയം നമ്മളൊരു 250 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, ഞാനിപ്പോൾ വൈറ്റ് ചോക്ലേറ്റ്, സാധാരണ ഏത് ചോക്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഡാർക്ക് ചോക്ലേറ്റ് ആകാം, മിൽക്ക് ചോക്ലേറ്റും ആകാം. എന്തായാലും ഇത് കുക്കിംഗ് ചോക്ലേറ്റ്. ഇത് 250 ഗ്രാം ഉണ്ട്. അത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാണ്. ചെറിയ കഷ്ണങ്ങളായിട്ടൊക്കെ ചോപ്പ് ചെയ്തെടുക്കുക, ഗ്രേറ്റ് ചെയ്തെടുക്കാം, ചോപ്പ് ചെയ്തെടുക്കുക, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമ്മുടെ ക്രീം നന്നായിട്ട് ചൂടാകണം, ഒരു ബോയിലിംഗ് സ്റ്റേജിലേക്ക് എത്തണം.
നമ്മുടെ ഫ്രഷ് ക്രീം നന്നായിട്ട് തിളച്ചു. പിന്നെ തീ ഓഫ് ചെയ്യാം. നല്ല തിള വന്നു കഴിഞ്ഞു. തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ ചോക്ലേറ്റിലേക്ക് ഒഴിക്കാം. ആവശ്യാനുസരണം ഒഴിക്കുക. നമ്മൾ ഏതാണ്ട് ഒരു 3/4 മുതൽ 1 കപ്പ് വരെ വേണമെങ്കിൽ ചൂടാക്കി ഇങ്ങനെ തിളപ്പിച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഒരു 1/2 to 3/4 കപ്പ്. നല്ല ചൂടായിട്ടുള്ള ക്രീമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബോയിലിംഗ് ക്രീം ഒഴിച്ച് നമ്മുടെ ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്യും. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഗനാഷായിട്ട് മാറും. അപ്പോൾ ഏകദേശം 3/4 കപ്പോളം ഫ്രഷ് ക്രീം നമ്മൾ ചൂടാക്കി ചേർത്ത് ബോയിൽ ചെയ്ത് അല്ലെങ്കിൽ തിളപ്പിച്ച് ചേർത്ത് കഴിക്കും. ഡാർക്ക് ചോക്ലേറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ബിറ്ററാണ്, കുറച്ചുകൂടെ ഷാർപ്പാണ്, കുറേ കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ടേസ്റ്റാണ്. അത്രയും സ്ട്രോങ് ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ കോമ്പൗണ്ട് ചോക്ലേറ്റ് കിട്ടും, കുക്കിംഗ് ചോക്ലേറ്റ്, അതായാലും മതി. എന്നാൽ നമ്മൾ അത് ഇപ്പോൾ ഇത് ഇരുന്ന് കട്ടിയാവുകയാണെങ്കിൽ അതൊന്നുകൂടെ ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവിൽ 1 മിനിറ്റ് സമയം ഒന്ന് ചൂടാക്കിയാൽ മതി, അത് ലൂസായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗനാഷ് റെഡി, ചോക്ലേറ്റ് ഗനാഷ് റെഡി ആക്കാം. അതെ, പിന്നെ തിക്കായിട്ടുള്ളൊരു ഗനാഷ്. കുറച്ച് റണ്ണിങ് ആക്കണമെങ്കിൽ അങ്ങനെയാകാം, കുറച്ചുകൂടി ക്രീം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി നമ്മളുടെ പുഡിങ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. ആദ്യം എന്താ ചെയ്യേണ്ടത്, ഒരു പുഡിങ് ഡിഷ് എടുക്കുക. അതിലേക്ക് ഏതെങ്കിലും തരം ബട്ടർ കുക്കീസ്, ഇതിപ്പോൾ ഞാൻ കാഷ്യൂനട്ട് ബട്ടർ കുക്കീസാണ് എടുക്കുന്നത്. അതൊരു 3 എണ്ണം വെച്ചിങ്ങനെ ലെയർ ചെയ്യാം. വേണമെങ്കിൽ അതിൽ കൂടുതൽ ലെയർ ചെയ്യാം, നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒന്ന് സ്ലോപ്പിൽ ആക്കി വയ്ക്കാം, ഈ രീതിയിൽ. അങ്ങനെയും ആകാം. നമ്മളുടെ കയ്യിൽ എത്ര കുക്കീസ് ഉണ്ട് അതനുസരിച്ച് ചെയ്യുക. കുക്കീസ് കുറവാണെങ്കിൽ ലെവൽ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒരു ലൈനിൽ 3 എണ്ണം മതി. ഇതിപ്പോൾ 4 എണ്ണം വേണം. നമുക്ക് ഒരു ലൈനും കൂടി വെക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, അപ്പോൾ എത്രയായി? 4, 8, 20, 24, 28, 28 ബിസ്ക്കറ്റ്സ് ഇപ്പോൾ ഉപയോഗിച്ചത്. നിങ്ങൾ ഏത് പാത്രത്തിലാണ് വയ്ക്കുന്നത് ആ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൽ കുറച്ച് ഡീപ്പായിട്ടുള്ളൊരു പാത്രമാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കസ്റ്റേർഡ് ഒഴിക്കാൻ പോവാണ്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ്. നല്ലൊരു ലെയർ വയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ കുക്കീസിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കുക്കീസിനെ ഒന്ന് സോക്കാക്കി തരും. അപ്പോൾ നമ്മളുടെ ഫുൾ കസ്റ്റേർഡും ഞാൻ ഒഴിച്ചു കഴിഞ്ഞു. അതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ കുക്കീസിൻ്റെ ഇടയ്ക്കെല്ലാം കയറി ശരിയായിട്ട് നന്നായിട്ട് വരും. കുക്കീസിനെയൊക്കെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വരും. ഇനി എന്താണ്, ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് അതിങ്ങനെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ചോക്ലേറ്റ് ഗനാഷ് ആവശ്യാനുസരണം. ഓരോ പാറ്റേൺ പോലെ ആയിക്കോട്ടെ. ഒരു ചെറിയൊരു മാർബിൾ ഇഫക്റ്റ് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഡിസൈൻ പോലെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുക. കുഴപ്പമില്ല. ഇപ്പോൾ ഒരു ചെറിയ മാർബിൾ ഇഫക്റ്റ് കിട്ടുന്ന കണ്ടോ, നമ്മുടെ മാർബിൾ കേക്കൊക്കെ മാതിരി. ഇനി ഞാൻ ചേർക്കാൻ പോകുന്ന കാര്യം ഓപ്ഷണലാണ്. ഇത് നമ്മളുടെ കറുത്ത കഷ്കശ് സർബത്തിലൊക്കെ ഇടുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ മതി, അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ചെറിയൊരു ലെയർ കൊടുക്കാം.
അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ചിലർക്ക് ഇഷ്ടമാണ്, നല്ലൊരു ടേസ്റ്റ് അല്ലേ, സർബത്തിലൊക്കെ ഇടുന്നൊരു കാര്യമാണ്. പുഡിങ്ങിൽ ചേർക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണിത്. ഒരു സ്മോൾ ലെയർ കൊടുക്കാം, അതിനെ കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യും. ഇതെല്ലാം പുഡിങ്ങിൻ്റെ ഫിനിഷ്ഡ് ഫോമിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം കഴിക്കാൻ ഇടയ്ക്ക് കിട്ടുന്നതൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതും കൊടുത്തു. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം. ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ടാണ് റോബസ്റ്റ പഴം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ മാത്രം കട്ട് ചെയ്ത് വയ്ക്കും. പാകത്തിന് പഴുത്ത പഴം. ഇനി നമ്മുടെ റോബസ്റ്റ പഴം നമുക്ക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കാം. വലിപ്പം അനുസരിച്ചിട്ടാണ്. വലിയ പഴമാണെങ്കിൽ ഒരു 4 എണ്ണം മതി, ചെറുതാണെങ്കിൽ കുറച്ചുകൂടി എണ്ണത്തിൽ കൂടുതൽ വേണം. എന്തായാലും ഇത് നമുക്ക് നിറച്ച് ഫില്ല് ചെയ്യാനുള്ള രീതിയിൽ പഴം എടുക്കുക. പഴം ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് താഴോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പൊയ്ക്കോളൂ. ഫുൾ ലെയർ ചെയ്യുന്ന രീതിയിൽ പഴം വയ്ക്കുക. ഒരു ലെയർ ഓഫ് റോബസ്റ്റ പഴം. ഇതിലൊട്ടും എന്താ പറയുക, ലുബ്ധിക്കണ്ട, മാക്സിമം. കാര്യം റോബസ്റ്റ പഴത്തിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. റോബസ്റ്റ പഴവും ചോക്ലേറ്റും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കോമ്പിനേഷൻസ് ഒന്നും തന്നെ മോശമല്ല. പിന്നെ നമ്മളുടെ സർബത്തിലിടുന്ന കാര്യം വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇങ്ങനെ കഴിച്ചാലൊരു സന്തോഷം തോന്നും, അതുകൊണ്ട് മാത്രം. എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എല്ലാം ഫില്ല് ചെയ്ത് പോകാം. അങ്ങനെ പഴത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു കുറവും വരുത്തിയിട്ടില്ല, കംപ്ലീറ്റ് ഫില്ല് ചെയ്തു. അപ്പോൾ ഇത് ചെറിയ പഴമായിരുന്നു, അതുകൊണ്ടാണ് ആ വട്ടം കുറച്ച് ചെറുതാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും, കുറച്ചുകൂടി വലിയ പഴമാണെങ്കിൽ കാണാൻ ലുക്കാണ്. എന്തായാലും കഴിക്കുന്ന ആൾക്കാർക്ക് അത് സെർവ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പഴത്തിൻ്റെ നല്ലൊരു പോർഷൻ കിട്ടണം, അതാണ് നമ്മളുടെ ഉദ്ദേശം. ഇനി ഒരു ലെയറും കൂടി ബാക്കിയുണ്ട്, അതാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ലെയർ. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം 1 കപ്പ് എടുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ വെള്ളം ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പുഡിങ്ങിൻ്റെ പല സ്റ്റേജസ് കഴിഞ്ഞ് നിൽക്കുവാണ് നമ്മൾ. ഇനി ലാസ്റ്റാണ് എന്താണ്, വിപ്പിംഗ് ക്രീം. അപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കുന്നു. ഇത് വിപ്പിംഗ് ക്രീം പൗഡർ ഫോമിലും ഉണ്ട്, ഫ്രോസൺ ആയിട്ടുള്ളതുകൊണ്ട്. ഇപ്പം എൻ്റെ ഫ്രോസൺ ആണ്, പക്ഷേ ഇപ്പോൾ ഫ്രോസൺ സ്റ്റേജ് കഴിഞ്ഞു. കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രീസറിൽ നിന്ന് നമുക്കിത് നന്നായിട്ട് അടിച്ച് പതിപ്പിക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളുടെ ആവശ്യാനുസരണം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ലെയറായിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലെയറായിട്ട് വിപ്പിംഗ് ക്രീം ഞാൻ നന്നായിട്ടൊരു പ്രത്യേക പാറ്റേണിലാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു എന്താ പറയുക, അൺഈവൻ ഒരു ഈവൻ ഫാഷൻ അല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്, ഇങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിൽ. ഇനി ഏറ്റവും മുകളിലായിട്ട് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ഇത് ഗ്രേറ്റഡ് ചോക്ലേറ്റാണ്, വേണമെങ്കിൽ കുറച്ചിങ്ങനെ തൂവി കൊടുക്കാം. ചെറിയ ഒരു അലങ്കാരമായിക്കോട്ടെ, ഈ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇത്രയും മതി. അങ്ങനെ നമ്മളുടെ മനോഹരമായ പുഡിങ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെന്താണ്, ബനാന കസ്റ്റേർഡ് പുഡിങ് എന്നാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ചെറിയൊരു ചോക്ലേറ്റിൻ്റെ കാര്യമില്ലേ. അപ്പോൾ ബനാന കസ്റ്റേർഡ് ആൻഡ് ചോക്ലേറ്റ് പുഡിങ് എന്ന് വേണമെങ്കിൽ പേരിടാം. എന്തായാലും
കാണുമ്പോൾ ഇതൊരു വലിയ പ്രോസസ്സായിട്ട് തോന്നിയിരിക്കാം നിങ്ങൾക്ക്, പക്ഷെ ഒട്ടും പാടില്ല. ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് കഴിക്കുന്ന സമയത്ത് ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കുക. ഫ്രീസറിൽ വെക്കേണ്ട, താഴത്തെ തട്ടിൽ വയ്ക്കുക. നന്നായിട്ട് തണുപ്പിക്കുക. തണുത്ത് കഴിഞ്ഞിട്ടേ കഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ വിളമ്പാവാൻ പാടുള്ളൂ. എന്നിട്ട് അത് എടുക്കുമ്പോൾ, ഈ പോർഷൻ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ലെയറായിട്ട് ബിസ്ക്കറ്റ് അതിങ്ങനെ കുറച്ചിങ്ങനെ കുതിർന്നിരിക്കും, സോക്കായിട്ട്. അത് കസ്റ്റേർഡ്, പഴം, ആ ചോക്ലേറ്റ് ഗനാഷ്, വിപ്പിംഗ് ക്രീം എല്ലാം കിട്ടുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു സ്വാദായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അതായത് കഴിക്കുന്നവർക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഉണ്ടാക്കി കൊടുക്കുന്ന വീട്ടമ്മയ്ക്കും സന്തോഷമാവും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.